നമസ്കാരം സാർ. നമസ്തേ സാർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളും ഒരു സുപ്രധാനമായൊരു കേസിൽ പെട്ടിരിക്കുകയാണ്. അറിയാമല്ലോ, ഡൽഹി ഹൈക്കോടതിയിൽ SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവർ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ. സാർ, ഇവിടെ എനിക്ക് അറിയേണ്ടത് ഈ SFIO എന്ന് പറയുന്ന, നമ്മളിതിനു മുമ്പ് മലയാളികൾ അത്ര കാര്യമായിട്ട് കേട്ടിട്ടില്ല ഈ ഒരു ഏജൻസി. ഇതിൻ്റെ അധികാര പരിധി എത്രയാണ്? ഇതിൻ്റെ പവർ എത്രയാണ്? ഇതിന് നമ്മളീ പറയുന്നത് പോലെ ഒരു സാധാരണ പോലീസ്, CBI, NIA തുടങ്ങിയതുപോലെ അത്രയും പവർഫുള്ളാണോ ഈ SFIO? മലയാളികൾക്ക് വളരെ പരിചിതമായിരുന്ന അന്വേഷണ ഏജൻസികൾ CBI ആയിരുന്നു. അതിനുശേഷം ED വന്നു, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. പിന്നെ സംസ്ഥാന തലത്തിൽ വിജിലൻസ്, ലോകായുക്ത, ഇതൊക്കെയാണ് അഴിമതിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ളത്. ഇന്ന് മലയാളികൾക്ക് ചില പുതിയ അന്വേഷണ ഏജൻസികൾ പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് SFIO. അതിന് കാരണഭൂതയായത് ശ്രീമതി വീണ വിജയനാണ്. ഈ ഏജൻസിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന ആൾ ഷോൺ ജോർജുമാണ്. അപ്പോൾ രണ്ടുപേർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. SFIO എന്ന് പറയുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഇത് കമ്പനി നിയമം 2013 സെക്ഷൻ 2111 അനുസരിച്ച് സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളുള്ള ഒരു ഏജൻസിയാണ്. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണ ഏജൻസിയാണ്. ഈ അന്വേഷണ ഏജൻസിയിൽ ഉള്ളത് അതിവിദഗ്ധന്മാരായ സാങ്കേതിക വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ ഓരോ വിഷയങ്ങളിലും വളരെ നിപുണന്മാരായ മെമ്പർമാരാണുള്ളത്. അതായത് അക്കൗണ്ടൻസിയിൽ ഏറ്റവും നിപുണനായ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഉണ്ടാവും. ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ അക്കൗണ്ടുകളൊക്കെ എടുത്ത് ഒരു ഫോറൻസിക് ബയോപ്സിയിൽ എന്ത് ചെയ്യുന്നു അതുപോലെ ഇതിനെ വേർതിരിച്ച് കണ്ടുപിടിച്ച് കാര്യകാരണ സഹിതം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ള ഓഡിറ്റ്, അങ്ങനെയുള്ള ഫോറൻസിക് ഓഡിറ്റേഴ്സ്. IT എക്സ്പെർട്സ്, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അഗാധമായ അറിവുള്ള എഞ്ചിനീയേഴ്സ്, സാങ്കേതിക വിദഗ്ധർ, നിയമ പണ്ഡിതന്മാർ, സ്റ്റോക്ക് മാർക്കറ്റിൽ, ക്യാപിറ്റൽ മാർക്കറ്റിൽ അറിവുള്ളവർ, ഇങ്ങനെയുള്ള ഒരു വിദഗ്ധന്മാരുടെ കമ്മിറ്റിയാണ് SFIOയിലുള്ളത്. ഇവർ വരുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കമ്പനികാര്യ മന്ത്രാലയത്തിൽ നിന്ന് നിർദ്ദേശിക്കുന്ന സീരിയസ് ഫ്രോഡ്, വളരെ അതിസങ്കീർണമായ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇവർ അന്വേഷിക്കുന്നത്. ചില സാമ്പത്തിക ക്രമക്കേടുകളൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ, പ്രത്യേകം സ്റ്റോക്ക് മാർക്കറ്റിലും കമ്പനി നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇത് അന്വേഷിക്കുന്നതിനുള്ള വൈദഗ്ധ്യമുള്ളവരാണ് ഇവർ. അപ്പോൾ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഇങ്ങനെയുള്ള വൈറ്റ് കോളർ ക്രൈമുകൾ, സമൂഹത്തിലെ ഉന്നത തലത്തിലുള്ളവർ നടത്തുന്ന ക്രൈമുകൾ, ഇതും ഇവരാണ് അന്വേഷിക്കുന്നത്. ഇവരന്വേഷിച്ച റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കും. ഗവൺമെൻറ് നിയമോപദേശം എടുക്കും. ഗവൺമെൻറ് നിയമോപദേശം എടുക്കുന്നതനുസരിച്ച് അവർ പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങാൻ കഴിവുള്ള ഒരു ഏജൻസിയാണ്. ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. ഈ കേസിൽ ഈ വീണ വിജയൻ്റെ കേസിലെടുത്തിരിക്കുന്ന കമ്പനി നിയമം 447, 448 വകുപ്പുകൾ പ്രകാരമാണ് SFIO അന്വേഷിക്കുന്നത്. 447 ഫാക്ട്സ് മറച്ചു വയ്ക്കുക, വസ്തുതകൾ മറച്ചു വയ്ക്കുക. 448 അതുപോലെ തന്നെ റോങ് ആയിട്ടുള്ള വസ്തുതകൾ നൽകുക, തെറ്റായ വിവരങ്ങൾ. അപ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകുന്നതും തെറ്റായ വസ്തുതകൾ മറച്ചു വെക്കുന്നതുമായ രണ്ട് ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവിടെ അന്വേഷിക്കുന്നത്. 6 മാസം മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത്. അപ്പോൾ ഇതാണ് SFIOയെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഇതിനകത്ത് SFIOയെ കുറിച്ച് അങ്ങയുടെ വിശദീകരണം തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് വലിയൊരളവ് വരെ അനുഗ്രഹമാണ്. അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകും. സാർ, പക്ഷേ ഈ വീണ വിജയൻ ഇത്രയും ഗുരുതരമായ ഒരു സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ കുറ്റകൃത്യമാണോ ചെയ്തിരിക്കുന്നത്? നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളാണ്. അവരെക്കുറിച്ച് വരുന്ന ആരോപണങ്ങൾ വളരെ വലുതാണ്. ആരോപണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് ഈ അത്ര വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണോ വീണ വിജയൻ ചെയ്തിരിക്കുന്നത്? വളരെ ഗുരുതരമാണ്. ഇതിൻ്റെ സീരിയസ്നെസ് വരുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള, മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് KSIDC. KSIDCയുടെ നിയന്ത്രണത്തിലുള്ള, അഥവാ KSIDCക്ക് ക്യാപിറ്റൽ പങ്കാളിത്തം, ഷെയർ പങ്കാളിത്തമുള്ള, ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനമാണ് CMRL. ഈ കരിമണൽ കർത്ത എന്ന് കാര്യപ്പെടുന്നത് CMRL എന്ന് പറയുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് വേണമെങ്കിൽ എങ്ങനെ പറയാം, ആ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ 175 ലക്ഷം രൂപ, അതായത് 1.75 കോടി രൂപ, 175 ലക്ഷം രൂപ മാസപ്പടിയായിട്ട് സ്വീകരിക്കുകയാണ്.
സാർ, അത് മാസപ്പടിയാണോ? അത് വാസ്തവത്തിൽ മാസം തോറും കിട്ടുന്നതിനല്ലേ നമുക്ക് മാസപ്പടി എന്ന് പറയാൻ പറ്റും. ഇത് ഒരു വർഷത്തേക്കുള്ള ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നുള്ള നിലയ്ക്കാണ് ആ തുക വന്നതായിട്ടാണ് വാർത്തകളിൽ കൂടെ പുറത്തു. തീർച്ചയായിട്ടും അത് അങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കുക. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ആ കോൺട്രാക്ട് പൊതു പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നാൽ മതി. എന്തായിരുന്നു കോൺട്രാക്ടിന്റെ ടേംസ്? നമ്മൾ അങ്ങോട്ടൊരു സേവനം നൽകുമ്പോഴാണല്ലോ പ്രതിഫലം കിട്ടുന്നത്. അപ്പോൾ ആ കോൺട്രാക്ടിന്റെ ടേംസ് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സംശയങ്ങളൊക്കെ അവിടെ അവസാനിക്കും. ഈ മാസപ്പടി എന്നുള്ള വാക്ക് വർഷങ്ങൾക്ക് മുമ്പ് കല്ലുവാതിക്കൽ മദ്യ ദുരന്തം മണിച്ചൻ ഡയറിയിൽ ഇപ്പോൾ അതിനുശേഷം നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഈ വാക്ക് വീണ്ടും പ്രശസ്തമാകുന്നത്. പിണറായി വിജയനിലൂടെയാണ്. അപ്പോൾ ഈ 175 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിക്കുന്നു. ആ കമ്പനിക്ക് മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമുള്ളതുമാണ്. ഇതിനൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിയമത്തിൽ പറയും. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിയമത്തിൽ ഒരു അതായത് ബന്ധുക്കൾ ഈ കമ്പനി കാര്യങ്ങളിൽ ഇടപെടുന്നു. അതും ഇത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റാണ്. അപ്പോൾ അതും SFIOയുടെ അധികാര പരിധിയിൽ വരുന്നത് അന്വേഷണത്തിൽ. ഈ SFIO അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ 2 ഏജൻസികളിൽ നിന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഒരു റെയ്ഡിലാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. CMRLന്റെ അക്കൗണ്ട് ശരിയാണ്. CMRLന്റെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ അവരുടെ അക്കൗണ്ടുകളിൽ നിന്നാണ് 135 കോടി രൂപ ബ്രൈബായി നൽകിയിരിക്കുന്നു. അതിനവർ ടാക്സ് ബെനിഫിറ്റും ഒക്കെ മേടിച്ചു കൊടുത്തത്. അപ്പോഴാണ് ഇൻകം ടാക്സിനെ റെയ്ഡ് ചെയ്യാൻ അത് പ്രേരിപ്പിച്ച്. അവിടെ നിന്നാണ് ഈ 135 കോടി നമ്മൾ ധാരാളം പേരുകൾ കേട്ടാണ്. OC ഉമ്മൻചാണ്ടി ഒന്നും ആരോപണങ്ങളാണ്. PV മാത്രം ഇതൊരു എക്സ്പാൻഷൻ ആയിട്ടില്ല. അതിന്റെ എക്സ്പാൻഷൻ ഇതുവരെ വ്യക്തമായിട്ടില്ല. മറ്റേ OC ഉമ്മൻചാണ്ടിയും RC രമേശ് ചെന്നിത്തലയും ഒക്കെ പറഞ്ഞു. ഇവൻ കുഞ്ഞാലിക്കുട്ടി വന്ന് പരസ്യമായി സംബന്ധിച്ചു പാർട്ടിയിലേക്ക് ഫണ്ട് പലർത്തും മേടിക്കാറുണ്ട്, ഞാൻ കൈകൊണ്ട് തൊടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കുന്നു. ഇൻകം ടാക്സ് റെയ്ഡിനെ അടിസ്ഥാനമാക്കി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. അവരിതിന്റെ ഫൈൻ മേടിച്ചൊക്കെ ഇത് കുറച്ചൊക്കെ സെറ്റിൽ ചെയ്യുന്നു. ഇന്ററിം സെറ്റിൽമെന്റ് ഇൻകം ടാക്സ് രേഖകളാവുമ്പോൾ ഇത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല. അപ്പം അവിടുന്ന് ഈ രേഖകൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കിട്ടില്ല. അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇതുമായിട്ട് അന്വേഷണം നടത്തുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് SFIO ഈ കോർപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് സെക്ഷൻ 447 448 ഉപയോഗിച്ച് ഈ കേസ് അന്വേഷിക്കണമെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഘട്ടം ഘട്ടമായിട്ട് പടിപടിയായിട്ടുള്ള ധാരാളം ഏജൻസികൾ ഇതിന് ഇൻവോൾവ് ആയിരുന്നു. ധാരാളം ഫൈൻഡിങ്സ് ഇതിലുണ്ട്, വ്യത്യസ്ത ഏജൻസികളുണ്ട്. ഈ കേസിനെ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തതും വീണ വിജയനും ഒക്കെ ചലഞ്ച് ചെയ്തതും ഇത് പറഞ്ഞാണ്, എൻ്റെ പേരിൽ ഓൾറെഡി ഒരു ഏജൻസി അന്വേഷണം നടത്തുന്നു, രജിസ്ട്രാർ ഓഫ് കമ്പനി നടത്തുന്നു, വീണ്ടും അന്വേഷണം നടത്തുന്നത് നിയമപരമായിട്ട് സാങ്കേതികമായിട്ട് തടസ്സമുണ്ടെന്ന് പറഞ്ഞാണ് തടസ്സവാദം ഉന്നയിക്കുകയും കർണാടക ഹൈക്കോടതി അത് തള്ളിക്കളയുകയും ചെയ്തു. കർണാടക ഹൈക്കോടതി ഈ കേസ് അന്വേഷിക്കാൻ അനുവാദം കൊടുത്തപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് CMRL ഡൽഹി ഹൈക്കോടതി, അതായത് SFIOയുടെ ആസ്ഥാന മന്ദിരം നിൽക്കുന്ന ആ ജൂറിസ്ഡിക്ഷനുള്ള ഡൽഹി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാൻ ശ്രമിച്ചു. അപ്പോൾ ഡൽഹി ഹൈക്കോടതി ഈ കേസിനെ കുറിച്ച് SFIOയോട് ചോദിക്കുമ്പോൾ SFIO അവരുടെ ഇന്നലെ മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്ന്, കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്നൊരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നു. ആ സത്യവാങ്മൂലത്തിൽ അവർ സൂചിപ്പിച്ചിരിക്കുന്നത് 135 അല്ല 185 കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇതിൽ ടെററിസ്റ്റ് സംഘടനകൾക്ക് ഫണ്ട് പോയതായി കണ്ടെത്തലുകൾ ഉള്ളതായിട്ടാണ് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ ഈ വീണ വിജയന്റെ പേരിൽ 175 ലക്ഷം കൂടാതെ വീണ വിജയന്റെ യാത്രാ ചെലവുകൾ, താമസ ചെലവുകളും ഒക്കെ ഈ CMRL വഹിച്ചതായിട്ടും ഒക്കെ അവർ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സത്യവാങ്മൂലം കൊടുത്തു. ഈ സത്യവാങ്മൂലം കോടതിക്ക് വളരെ ബോധ്യപ്പെടാൻ അവർ നല്ലൊരു ഉദാഹരണം എടുത്തു. ബീഹാറിലെ കാലിത്തീറ്റ കുംഭകോണ കേസിന് സമ്മാനമാണിത്. ബീഹാറിലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സർവശക്തനായിരുന്നു ലാലു പ്രസാദ് യാദവ്. അതായത് ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരുപക്ഷെ ഇന്ന് ഒരു സമയത്ത് കേജ്രിവാളിനൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇമേജിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അവിടേക്ക് ഈ കാലിത്തീറ്റ കുംഭകോണ കേസിന് സമാനമാണ് ഈ കേസെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എനിക്കിതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഈ വീണ വിജയൻ കമ്പനി സ്ഥാപിച്ചത് കേരളത്തിലല്ല. നമ്മുടെ കേരളത്തിൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഈ പ്രയത്നിക്കുമ്പോൾ വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ പോയി കമ്പനി സ്ഥാപിച്ചൊരു അന്യ സംസ്ഥാനത്താണ്, കർണാടകയിൽ, ബാംഗ്ലൂർ. അതേപോലെ ഞാൻ ഈ ഇത്തരം അഴിമതികൾ പുറത്തു വരുമ്പോൾ ഞാൻ ഈ പത്രമാധ്യമങ്ങളിൽ കാണുന്ന ഒരു വാർത്ത എന്നെ അധികം വേദനിപ്പിക്കാറുണ്ട്. ധാരാളം പെൺകുട്ടികൾ, ഒരു പക്ഷേ നിർധന കുടുംബങ്ങളിൽ നിന്ന് വരുന്നതൊക്കെയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കണ്ടത് ഈ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വഴിയിൽ തടയാനും അതിനുശേഷം പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങാനും ബാരിക്കേഡിൽ കയറുന്നതും ഒക്കെയായ പെൺകുട്ടികൾ, പാവപ്പെട്ട പെൺകുട്ടികളെ കാണുമ്പോൾ ഇതിന് സമാനമായിട്ട്
ഈ പാർട്ടി നേതൃത്വങ്ങളുടെ കുട്ടികളുടെ ജീവിത രീതി കാണുമ്പോൾ ഈ കുട്ടികൾ ഇത് തിരിച്ചറിയാൻ എന്താണ് വൈകുന്നത് എന്നുള്ളത് വളരെ അതായത് ഒരു വശത്ത് പാർട്ടി നേതാക്കളുടെ മക്കൾ സുഖലോലുപരായി പഠിച്ച് ഉന്നത ഡിഗ്രികളൊക്കെ നേടി അങ്ങേയറ്റത്തെ ഉയർന്ന ഉദ്യോഗങ്ങളൊക്കെ ഭരിച്ച് അല്ലെങ്കിൽ സ്വന്തം കമ്പനികൾ നടത്തി പണമുണ്ടാക്കി ആർഭാടപൂർവ്വം ജീവിക്കുന്നു. ഇപ്പുറത്തൊരു കൂട്ടർ പോലീസിൻ്റെ അടിയും തൊഴിയും ഒക്കെ കൊണ്ട് കേസും വഴക്കും ജയിലും ഒക്കെയായി ജീവിതം നശിച്ച് എന്താ പറയേണ്ടത് നരകിക്കുന്നു. ഇതാണ് സാറ് അതെ. ഈ എക്സാലോജിക് സൊല്യൂഷൻ എന്ന കമ്പനി സ്ഥാപിക്കുന്നതിന് തൊട്ട് മുമ്പ് 2012 മുതൽ 2014 വരെ മുഖ്യമന്ത്രിയുടെ മകളെ RP ടെക്സോഫ്റ്റ് ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ CEO ആയിരുന്നു. RP ടെക്സോഫ്റ്റ് ഇന്റർനാഷണൽ. RP എന്താണെന്ന് അറിയാമോ? രവി പിള്ള. അത് തെറ്റാണെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പറയാം, അവർക്കൊക്കെ ആ സ്വാധീന മേഖലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായിയുടെ സ്ഥാപനത്തിൽ ജോലി, IT കമ്പനി ഹെഡായിട്ട് ജോലി കിട്ടുന്നു. അത് കഴിയുന്ന ഉടനെ സ്വന്തമായി കമ്പനി സ്ഥാപിക്കുന്നു. ആ കമ്പനിക്ക് ലോൺ കൊടുത്തിരിക്കുന്ന സ്ഥാപനം ഈ CMRL MDക്ക് പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ലോൺ കിട്ടിയിട്ടുണ്ട്. എംപവർ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. അത് CMRL MDക്ക്. ഈ അന്തർധാര വളരെ സജീവമാണ് ഇതിനകത്ത്. അന്തർധാര സജീവമാണ് സിനിമയിൽ പറയുന്നത്. പക്ഷേ സാർ, ഒരു സംശയം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയം കൃത്യമായിട്ട് അവർ വിവരങ്ങൾ ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പൊതുവേ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ആക്ഷേപം BJP CPM അന്തർധാര വളരെ സജീവമാണ് എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു അന്തർധാര ഇല്ലെന്നാണല്ലോ ഇപ്പോൾ ഈ സംഭവം തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് ഈ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നിന്ന് വേറിട്ട് വ്യത്യസ്തമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവർ കഴിയില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിയമോപദേശം തേടി, തീർച്ചയായിട്ടും വേണം, നിയമോപദേശം നേടി തുടർ നടപടികൾ സ്വീകരിക്കും. ഇത് വളരെ ഗുരുതരമായ ടെററിസ്റ്റ് ഫണ്ടിങ്ങും ഒക്കെ വന്നിട്ടുണ്ട്. തന്നെയല്ല ഈ CMRLന്റെ പ്രോഡക്റ്റ്, അതായത് സാർ UAPA വരാൻ ഒട്ടും തന്നെ താമസമില്ല. തീർച്ചയായിട്ടും അതിനകത്ത് ഈ ടെററിസ്റ്റ് ഇൻവോൾവ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫണ്ടിങ് രാഷ്ട്രത്തിനെതിരെയുള്ള ഒരു പ്രവർത്തനമാണല്ലോ. തീർച്ചയായിട്ടും അതിന്റെ മാനങ്ങൾ വളരെ വളരെ വലുതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം SFIOയുടെ തുടർ നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും. ഈ കേന്ദ്ര മന്ത്രാലയം സത്യവാങ്മൂലം സമർപ്പിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആർക്കും പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ പിണറായി വിജയനും വീണ വിജയനും എന്തൊക്കെയാണ് ഈ കേസിൽ നേരിടേണ്ടി വരിക, ഇതിലെന്തൊക്കെ ഈ കേസിൽ ഒളിഞ്ഞിരിക്കുന്നു, CMRLന്റെ പണം ആർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് തുടങ്ങിയ ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വരാനുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ കേസ് ഏതുവരെ പോവും, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാനേ കഴിയുകയുള്ളൂ. അതെ.